5ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷ മലയാളം 6 പ്രവർത്തനങ്ങളാണ് ആകെ നൽകിയിരിക്കുന്നത്. ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമായും എഴുതണം. ബാക്കിയുള്ള 5 പ്രവർത്തനങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയാകും. 2 മണിക്കൂറാണ് സമയം. പ്രവർത്തനം 1 വായിക്കാം എഴുതാം എന്നുള്ളതാണ്. ആശയം ഗ്രഹിച്ച് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അതിൻ്റെ തലക്കെട്ട് വിശപ്പ്. സൂര്യൻ തലയ്ക്ക് മുകളിൽ നിന്ന് പല്ലിളിച്ചു. വിദ്യാലയത്തിൻ്റെ വിശപ്പ് നീം 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 എന്ന ഒച്ചയോടെ പുറത്തു വന്നു. വിശപ്പിനെ വിഴുങ്ങാനാവാതെ അവൾ പാത്രം തുറന്നു. ശൂന്യത മാത്രം നിറച്ച പാത്രം. അവളുടെ കണ്ണു നിറഞ്ഞു. പെട്ടെന്നാണ് അവളത് കണ്ടത്. 2 തുള്ളികൾ ആ പാത്രത്തിൽ കിടന്ന് തിളങ്ങുന്നു. ഒരു പക്ഷേ അമ്മയുടെ കണ്ണീർ കണം അവൾ ആ തുള്ളികൾ ചുണ്ടോട് ചേർത്തു. സ്നേഹത്തിൻ്റെ ഉപ്പുരസം അവളുടെ ചുണ്ടിൽ ഒരു മുത്തം നൽകിയതായി അവൾക്ക് തോന്നി. ഇവിടെ 5 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. വായനയിൽ പൂർണ്ണമായും ആശയം ഗ്രഹിച്ച് വായിക്കുകയാണെങ്കിൽ ഒറ്റ വായനയിൽ തന്നെ ഉത്തരങ്ങൾ എഴുതി പോകാവുന്ന എ ഗ്രേഡ് കിട്ടുന്ന ഒരു ചോദ്യമാണ്, ഒരു പ്രവർത്തനമാണ് ഇത്. 1ാമത്തെ ചോദ്യം, നിം 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 എന്ന ഒച്ചയോടെ പുറത്തു വന്നതെന്താണ്? കൃത്യമായി 1ാമത്തെ വരിയിൽ കൊടുത്തിട്ടുണ്ട്. വിദ്യാലയത്തിൻ്റെ വിശപ്പ്. 2, ശൂന്യത നിറച്ച പാത്രം എന്തിൻ്റെ സൂചകമാണ് എന്നാണ് പറയുന്നത്? ശൂന്യത നിറച്ച പാത്രം എന്നുള്ള ആ വാക്യം കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കണ്ടെത്തുക വളരെ എളുപ്പമാണ്. ദാരിദ്ര്യം, സങ്കടം, അലസത, നിസ്സംഗത. സൂര്യൻ തലയ്ക്ക് മുകളിൽ പല്ലിളിച്ചു. ഇത് ഏത് സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്? തലയ്ക്ക് മുകളിൽ സൂര്യൻ വരുന്നത് നട്ടുച്ച സമയത്താണല്ലോ. 4, പാത്രത്തിൽ കിടന്ന് തിളങ്ങിയത് എന്താണ് എന്നാണ് ഇവിടെ ഈ വായന സാമഗ്രിയിൽ കൊടുത്തിരിക്കുന്നത്. കണ്ണീർക്കണം എന്നാണ്. 5ാമത്തെ ചോദ്യം, അമ്മയുടെ കണ്ണീർക്കണത്തിന് എന്ത് രുചിയായിരുന്നു? ഉപ്പുരസം. പ്രവർത്തനം 2, സന്ദേശവാക്യം നിർമ്മിക്കുക എന്നുള്ളതാണ്. പരിസ്ഥിതി സംരക്ഷണം മനുഷ്യ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പാഠഭാഗത്ത് പലയിടങ്ങളിലും വരുന്നുണ്ട്. അപ്പോൾ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതാണ്. ജലം, വായു, മണ്ണ് തുടങ്ങിയ സുസ്ഥിര വികസനത്തിന് വേണ്ടി യാതൊന്നിനും കേടുവരാത്ത രീതിയിലുള്ള വികസനം മാത്രമേ പരിസ്ഥിതിക്ക് അനുഗുണമായതെന്നും പരിസ്ഥിതി സംരക്ഷിച്ചില്ല എങ്കിൽ മനുഷ്യൻ്റെ നിലനിൽപ്പിന് അത് ദോഷമാണ് എന്നുള്ള തരത്തിലുള്ള സന്ദേശവാക്യങ്ങൾ തയ്യാറാക്കി എഴുതുന്നതിനാണ് എ ഗ്രേഡ് ലഭിക്കുക. പ്രവർത്തനം 3 ഒരു അനുഭവക്കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ എ, എൻ്റെ അമ്മ എന്ന പാഠഭാഗത്തിലൂടെ പൊൻകുന്നം വർക്കി തൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഓർക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും കുട്ടിക്കാലത്തെ അനുഭവത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഏതെങ്കിലും ബാല്യകാലത്തെ ഏതെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അതിൻ്റെ സന്ദർഭം, സമയം, ആ സമയത്തുണ്ടായിരുന്ന കാലാവസ്ഥ, അതുപോലെ ആരൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്, പിന്നീട് എന്താണ് അതിൻ്റെ പ്രതികരണമായിട്ട് നടന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ബോധപൂർവം ഉൾപ്പെടുത്തിയാൽ മതിയാകും. ബി, ഒരു ചോദ്യം നൽകിയിരിക്കുന്നത് ഇതാണ്. എൻ്റെ അമ്മ എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? അവിടെ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. 2 ചിത്രം, ഞാൻ കഥാകാരനായ കഥ, വിത്തുകാള, പൊട്ടിയ ഇഴകൾ, ഇങ്ങനെ മറ്റുത്തരങ്ങൾ കൂടി നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ സന്ദേശം എഴുതുമ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. സന്ദേശം മറ്റുള്ളവർക്ക് വ്യക്തമാകണം, ലളിതവും ആകർഷകവുമായ ഭാഷയാകണം, സംക്ഷിപ്തമായിരിക്കണം, സന്ദേശവാക്യങ്ങളുടെ ഘടന, രൂപം എന്നിവ പാലിച്ചിരിക്കണം. പിന്നെ വാക്യഘടന, ചിഹ്നനം, അക്ഷരത്തെറ്റില്ലാത്ത എഴുത്ത്, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അനുഭവക്കുറിപ്പ് എഴുതുമ്പോൾ സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ, സ്വന്തം അനുഭവങ്ങൾ തുടങ്ങിയവ അവതരിപ്പിക്കണം. ഉദാഹരണങ്ങൾ ടീച്ചർ ഉത്തരമായി നൽകിയിട്ടുണ്ട്. അനുഭവങ്ങളുടെ വിശദാംശങ്ങൾ സത്യസന്ധമായിട്ട് അവതരിപ്പിച്ചിരിക്കണം. വൈകാരികമായൊരു ഭാഷ ഉണ്ടാവണം. വൈകാരികമായ ഭാഷ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയത് എന്താണ്, നമ്മൾ അനുഭവിച്ചത് എന്താണ്, സങ്കടം വന്നെങ്കിൽ സങ്കടം, വിഷമമായെങ്കിൽ അങ്ങനെ സ്വന്തം നിലപാടുകളും നിരീക്ഷണ അനുഭവങ്ങളൊക്കെ ഉദാഹരണ സഹിതം പറയണം. ഇവിടെ എൻ്റെ അമ്മ എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഞാൻ കഥാകാരനായ കഥ എന്നുള്ളതാണ്. പ്രവർത്തനം 4, വർണ്ണന എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു കവിതയാണ് കൊടുത്തിരിക്കുന്നത്. പാരിനടുത്ത് പാതിരാവത്ത് പാലമ്പിളിക്കിണ്ണം മേലെ മാനത്ത് പൈക്കുട്ടി തട്ടി പാൽക്കിണ്ണം പൊട്ടി പാലാകെ വാർന്നത് ഭൂമിക്കു കിട്ടി. കാടും കുളിച്ചു
കടലും കുളിച്ചു, കാണുന്നിടത്തെല്ലാം പൈമ്പാലൊലിച്ചു, വയലും ചിരിച്ചു, പുഴയും ചിരിച്ചു, വയനാടും കുന്നും മലയും തരിച്ചു. ഈ കവിതയിൽ നിലാവിൻ്റെ വർണ്ണനയാണ് കൊടുത്തിരിക്കുന്നത്. VT അബ്ദുറഹ്മാൻ എഴുതിയ കവിതയാണ്. ആസ്വാദനക്കുറിപ്പ് എഴുതാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വർണ്ണനയാണ്. നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പ്രകൃതിയിലെ ഏതെങ്കിലും ഒരു കാഴ്ചയെ വർണ്ണിച്ചെഴുതുക. കാടാണെങ്കിൽ കാട്, കടലാണെങ്കിൽ കടൽ, വയലാണെങ്കിൽ വയൽ, അതല്ലെങ്കിൽ നിലാവ് കണ്ടതാണ്, പാതിരാവത്തുകാരനടുത്ത് നിലാവ് കണ്ടതാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒന്നിനെ. കവിതയിൽ കൊടുത്തിരിക്കുന്നത് നിലാവിൻ്റെ വർണ്ണനയാണ്. അതുപോലെ പ്രകൃതിയിലെ ഏതെങ്കിലും ഒരു കാഴ്ചയെ വർണ്ണിച്ച് എഴുതുകയാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ആശയപൂർണ്ണത, ഭാഷാപരമായ മികവ്, പ്രയോഗ ഭംഗി, നമ്മൾ ബിംബകൽപ്പനകൾ, സ്വന്തം നിരീക്ഷണങ്ങൾ, അനുഭവത്തിൻ്റെ നേർസാക്ഷിയൊക്കെ ഈ വർണ്ണനയിൽ ഉണ്ടാകണമെന്നുള്ളത് നിർബന്ധമാണ്. അതിലെ B വിഭാഗം ചോദ്യം, ഏത് പുഴയുടെ തീരത്താണ് വെള്ളത്തൂവൽ ഗ്രാമം എന്നാണ്? മുതിരപ്പുഴ എന്നുള്ളതാണ് ഉത്തരം. അടുത്ത പ്രവർത്തനം 5, അഭിപ്രായക്കുറിപ്പ് എഴുതുക എന്നുള്ളതാണ്. പ്രകൃതി സൗന്ദര്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്ന യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ട്. നിറയെ മാമ്പഴങ്ങളുള്ള മാവും കിളികളും കുട്ടികളും ഒക്കെയുള്ളൊരു മാമ്പഴക്കാലം. പഴയ ഒരു ഓർമ്മയാണിത്. ഇന്നത്തെ കുട്ടികൾ പ്രകൃതിയിൽ നിന്ന് അകലുകയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു കുറിപ്പ് തയ്യാറാക്കുക. പ്രകൃതിയിൽ നിന്ന് അകലുന്ന, കമ്പ്യൂട്ടറിലും മൊബൈലിലെല്ലാം കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ മുറി അടച്ച് അതിനകത്തിരുന്ന് പഠിക്കുന്ന ഒരു സ്വഭാവമാണോ നമുക്ക് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ പ്രകൃതിയിലേക്ക് ഇറങ്ങാനും പ്രകൃതിയുടെ വർണ്ണങ്ങളും ഭംഗിയും ഒക്കെ ആസ്വദിക്കാനും കൂടി കുട്ടികൾക്ക് സാധിക്കണം. അപ്പം നിങ്ങളുടെ ആശയങ്ങളും നിലപാടുകളൊക്കെ ശക്തമായി അനുയോജ്യമായ ഭാഷ ഉപയോഗിച്ച് എഴുതണം. നല്ല സവിശേഷമായ ഭാഷാപ്രയോഗങ്ങളും ശൈലിയൊക്കെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഒരു തുടക്കമുണ്ടാവണം, പ്രധാന ആശയങ്ങൾ, വിശദീകരണങ്ങൾ, പിന്നെ അവസാനം ഒരു ഒടുക്കം, ഉപസംഹാരം എന്ന് നമുക്ക് പറയാൻ പറ്റും. അതെല്ലാം ഈ അഭിപ്രായക്കുറിപ്പിൽ ഉണ്ടാവണം. പരമാവധി ആശയങ്ങൾ, നിരീക്ഷണങ്ങൾ, നിലപാടുകൾ ഉദാഹരണ സഹിതം രേഖപ്പെടുത്തുമ്പോൾ വാക്യഘടനയും ചിഹ്നനും ഒക്കെ പ്രത്യേകിച്ച് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് അതിശയകരമായ ഒരു കാര്യം എഴുതുമ്പോൾ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക്, ആശ്ചര്യചിഹ്നം കൊടുക്കാൻ മറന്നു പോകരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഉദാഹരണം നൽകിയിട്ടുണ്ട്, ഉത്തരം നൽകിയിട്ടുണ്ട്. പ്രവർത്തനം 6 നോക്കുക, സംഭാഷണം എഴുതാനുള്ളതാണ്. പ്രകൃതിക്കൊരു ഭാഷയുണ്ട്. പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്നവർക്കേ ആ ഭാഷ മനസ്സിലാക്കാൻ സാധിക്കും. മരങ്ങളുടെ ഭാഷ എന്ന പാഠഭാഗത്തിലെ കുട്ടി അച്ഛനിൽ നിന്നും ഇത് മനസ്സിലാക്കി. പപ്പായയുടെയും തെങ്ങിൻ്റെയും ഭാഷ മനസ്സിലായ കുട്ടി മുറ്റത്തെ മാവിനോട് സംസാരിക്കാൻ ആരംഭിച്ചു. അവർ തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സംഭാഷണത്തിൽ പരസ്പര ബന്ധവും തുടർച്ചയും വേണം അല്ലേ? അനുയോജ്യമായൊരു ഭാഷ വേണം. പദങ്ങൾ, പ്രയോഗങ്ങൾ, ശൈലികളൊക്കെ ഉപയോഗിക്കാം. അനുയോജ്യമായ തുടക്കം, ഒടുക്കം എന്നിവ ഉണ്ടാവണം. വാക്യഘടന, ചിഹ്നനം എന്നിവയെല്ലാം ശ്രദ്ധിക്കണം. കഥാപാത്രത്തിന് ഇണങ്ങിയ ഭാഷയിൽ പരിചയപ്പെട്ട കഥയുടെ പ്രത്യേകതയ്ക്കനുസരിച്ച് സന്ദർഭാനുസൃതമായി പ്രതികരണങ്ങൾ ചേർത്ത് തുടർച്ച പാലിച്ചു ഒക്കെ സംഭാഷണം പൂർത്തിയാക്കിയാൽ മാത്രമാണ് എ ഗ്രേഡ് ലഭിക്കുക. ഇല്ലെങ്കിൽ 75 മുതൽ 100 വരെയുള്ള മാർക്ക് എ ഗ്രേഡാണ്. 75 കിട്ടി എ ഗ്രേഡ് മേടിക്കുന്നതും 100 മാർക്ക് ലഭിച്ച് എ ഗ്രേഡ് മേടിക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഭാഷയും ശൈലി പ്രയോഗങ്ങളും വാക്യഘടനയും ചിഹ്നനവും എല്ലാം ശ്രദ്ധിച്ചാൽ 100-ൽ 100 മാർക്കും ലഭിക്കുന്ന എ ഗ്രേഡ് നേടുന്ന വ്യക്തിയായിട്ട് ഓരോ കുട്ടിക്കും സാധിക്കും. അങ്ങനെ മാത്രമാണ് പരിശ്രമിക്കേണ്ടത്. ഓക്കെ.